ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കീർത്തൻ ചൊല്ലാം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ഗിരിവരധാരി, ജയ ഗോപിജന വല്ലഭ ഗിരിവരധാരി, യശോദനന്ദന വൃജജനരഞ്ജന യമുന തീരാവനചാരി, യശോദനന്ദന വൃജജനരഞ്ജന യമുന തീരാവനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. മൂകം കരോതി വാചാലം പങ്കല്ലംഘിതേഹരി യൻ കൃപാതമഹം വന്ദേ ശ്രീ ഗുരു ദീനകാരണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ മാധവം. നമ്മുടെ ഇന്നത്തെ ശ്ലോകം ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 62-ാമത്തെ ശ്ലോകം, അതായത് 262. നമുക്ക് ശ്ലോകത്തിലോട്ട് കിടക്കാം. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ, സംഗാൽ സഞ്ജായതേ കാമത് ക്രോധോ അഭിജായതേ. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ, സംഗാൽ സഞ്ജായതേ കാമത് ക്രോധോ അഭിജായതേ. ധ്യായതേ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ, സംഗാത് സഞ്ജായതേ കാമത് ക്രോധോ അഭിജായതേ. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഷയാൻ വിഷയങ്ങളെ, ധ്യായത ധ്യാനിക്കുന്ന, പുംസ പുരുഷനെ, തേഷു അവയിൽ അതായത് ഇന്ദ്രിയ വിഷയങ്ങളിൽ, സംഘ ഉപജായതേ സംഘം അതായത് ആസക്തി ഉണ്ടാക്കുന്നു, സംഘാത് സംഘത്തിൽ നിന്ന്, കാമം സംജായതേ ഉദ്ഭവിക്കുന്നു, കാമാത് കാമത്തിൽ നിന്ന്, ക്രോധം അഭിജായതേ ജനിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീ ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ കി ജയ്. വിവർത്തനം വായിക്കാം. ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. ഭാവാർത്ഥം: തൃഷ്ണാബോധമില്ലാത്തവർ ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഭൗതിക തൃഷ്ണയ്ക്ക് വശപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതീന്ദ്രിയ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ അവ തീർച്ചയായും ഭൗതികതയെ സേവിക്കാൻ തുടങ്ങും. ഈ ഭൗതിക ലോകത്തിൽ പരമശിവനും ബ്രഹ്മാവും സ്വർഗലോകവാസികളായ ദേവന്മാരുടെ കഥ പറയാനില്ല. ഉൾപ്പെടെ ഏവരും ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വശപ്പെട്ടവരാണ്. ഈ ജീവിത പ്രശ്നത്തിന് കൃഷ്ണാവബോധം ഉൾക്കൊള്ളുക മാത്രമേ പരിഹാരമുള്ളൂ. പരമശിവൻ സമാധിസ്ഥനായിരുന്നിട്ടും പാർവതീദേവി അദ്ദേഹത്തിൽ ഇന്ദ്രിയ സുഖേച്ഛയെ ഉണർത്തുകയും തൽഫലമായി കാർത്തികേയൻ ജനിക്കുകയും ഉണ്ടായി.
ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ യുവഭക്തനായിരുന്നപ്പോൾ മായാദേവിയുടെ അവതാരം പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും കൃഷ്ണ ഭഗവാനിലുള്ള കറയറ്റ ഭക്തി മൂലം ഹരിദാസൻ ആ പരീക്ഷണത്തിന് നിഷ്പ്രയാസം വിജയിക്കുകയാണ് ഉണ്ടായത്. യമുനാചാര്യന്റെ മുമ്പ് ഉദ്ധരിച്ച പദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ ആത്മാർത്ഥതയുള്ള ഒരു ഭക്തൻ ഭഗവത് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദം ആസ്വദിക്കുന്നതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതത്രേ ഭക്തന്റെ വിജയരഹസ്യം. അതിനാൽ കൃഷ്ണാവബോധം ഉദിക്കാത്ത ഒരാൾ ഇന്ദ്രിയങ്ങളെ കൃത്രിമമായി നിരോധിക്കാൻ കരുത്തുറ്റവനായാലും ശരി, ഒടുവിൽ തോൽവി അടയുകയുള്ളൂ. ഇന്ദ്രിയ സുഖത്തെക്കുറിച്ചുള്ള ഒരു നേരിയ ചിന്ത പോലും അയാളെ അസ്വസ്ഥനാക്കി കാമപൂർത്തിയിലേക്ക് നയിക്കും. ഓം അജ്ഞാനതിമ്രാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീ 1 minute. നമാമി വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്നത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആ ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. നമ്മുടെ ഇന്നത്തെ ശ്ലോകം ശരിക്കും ഭഗവാൻ കൃഷ്ണനെ 55ാമത്തെ ശ്ലോകം മുതൽ അർജുനന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് അർജുനൻ ചോദിച്ചത് എന്താണ്? അർജുനൻ ചോദിച്ചു, ഒരു സ്ഥിതപ്രജ്ഞൻ എന്നാൽ എന്താണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സെൻസസിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അതിനുള്ള ഉത്തരമാണ് ഭഗവാന് ശരിക്കും 55ാമത്തെ ശ്ലോകം മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭഗവാൻ ഇവിടെ വളരെ പ്രാക്ടിക്കലും സയന്റിഫിക്കുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ ഭൗതികമായ ബോണ്ടേജിൽ നിന്ന് ശരിക്കും വിട്ടുനിൽക്കാനും അതുപോലെ കർമ്മബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാകാനും അങ്ങനെ ഭൗതികതയിൽ നിന്ന് പതുക്കെ നമ്മളെ ആത്മീയതയിലേക്ക് ഉയർന്ന് നിഷ്കാമ കൃഷ്ണ പ്രേമത്തിലൂടെ നമുക്ക് ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഭഗവാൻ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. നമ്മുടെ കോൺഷ്യസ് ഭഗവാനിൽ ഉറച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഭഗവാൻ പറയുന്നു, ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് വേറെന്തെങ്കിലും സെൻസ് ഒബ്ജക്റ്റിനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും മനസ്സിനെ എംപ്റ്റി ആയിട്ട് ഇരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഓരോ ജോലികളിൽ വ്യാപ്തരാകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും. ആ ജോലികൾ കഴിഞ്ഞാലോ നമ്മുടെ മനസ്സിന് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഹയർ ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഇല്ലെങ്കിൽ നമ്മളെ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്ന ഏതെങ്കിലും പ്രവൃത്തിയിലോട്ട് നമ്മൾ നീങ്ങും. ഇവിടെ ഭഗവാൻ പറയുന്നത് ദായതോ വിഷയാൻ പുംസ എന്നാണ്. ഒരു മനുഷ്യൻ ഇന്ദ്രിയ വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. സംഘസ്തേഷു ഉപജായത എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനോട് ആസക്തി ഉണ്ടാകുന്നു. സംഗത് സംജായതേ കാമ, ആ ആസക്തിയിൽ അതായത് ആ ഇൻറ്റൻസ് ഡിസയറിൽ നിന്ന് നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? കാമം ഉണ്ടാകുന്നു. അതെ, കാമത് ക്രോധോ അഭിജായതേ, ആ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ ശരിക്കും ആ കാമം ഉണ്ടാകുന്നത് നടന്നില്ലെങ്കിൽ നമുക്ക് നിരാശയുണ്ടാകുന്നു. അതിൽ നിന്ന് നമുക്ക് ക്രോധവും ഉണ്ടാകുന്നു. നമ്മൾ ചിന്തിക്കുന്നു, ശരിക്കും നമ്മൾ ആലോചിക്കും, നമുക്ക് സന്തോഷിക്കണം, നമ്മളെ ആരാണ് ഇതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്നത്, നമ്മളുടെ സന്തോഷത്തിൽ നിന്ന് ആരാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത്? നമ്മൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് അത് നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ക്രോധം ഉണ്ടാകുന്നു. ശരിക്ക് ഇങ്ങനെ അടുത്ത ശ്ലോകത്തിൽ 63ാമത്തെ ശ്ലോകത്തിലും
ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ വാക്കുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഈ സീരീസ് ഇങ്ങനെ തന്നെ അടുത്ത ശ്ലോകത്തിലോട്ടും പോവുകയാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ക്രോധാത് ഭവതി സമ്മോഹ. ഈ ദേഷ്യം ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? സമ്മോഹം ഉണ്ടാകുന്നു. ദേഷ്യത്തിൽ നിന്ന് ഡിലൂഷൻ, അതായത് ചിന്താക്കുഴപ്പം ഉണ്ടാകുന്നു. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ നമുക്ക് ആകെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അതിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്? അപ്പോൾ സമ്മോഹ സ്മൃതി വിഭ്രമ. ആ സമ്മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി നശിക്കുന്നു. ആകെ കൺഫ്യൂഷൻ ആകുമ്പോഴും നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓർമ്മയില്ലെങ്കിലോ നമുക്ക് ബുദ്ധിനാശം സംഭവിക്കുന്നു. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ. ബുദ്ധിനാശം സംഭവിച്ചാലോ പ്രണശതി. ബുദ്ധിനാശത് പ്രണശതി. ബുദ്ധി നശിച്ചാൽ നമ്മൾ ശരിക്കും നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ബുദ്ധിയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഏതാണ് നല്ലത് ചീത്തയെന്നൊന്നും. അങ്ങനെ നമ്മൾ ഭൗതികതയിൽ നിന്ന് ഭൗതികതയുടെ ആഴത്തിലോട്ട്, ആത്മീയതയിൽ നിന്ന് ഭൗതികതയുടെ ആഴത്തിലോട്ട് നമ്മൾ വീണു പോകും. ശരിക്കും ഒരു ഫ്ലോ ചാർട്ട് മാതിരിയാണിത്. ഇതിനെപ്പറ്റി നമുക്ക് രണ്ടാമത് പറഞ്ഞ ഭാഗം തൊട്ട് സമ്മോഹം, അത് തൊട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ വിശദമായിട്ട് പഠിക്കും. നമുക്ക് ഇപ്പോഴും നമ്മുടെ ശ്ലോകത്തിലെ കാര്യങ്ങൾ നോക്കാം. ഇംഗ്ലീഷിൽ നമുക്കൊരു ചൊല്ലുണ്ട്, വാട്ട് എവർ ക്യാച്ചസ് അവർ അറ്റൻഷൻ ക്യാച്ചസ് എസ്. നമ്മൾ ഏത് സെൻസ് ഓബ്ജക്റ്റിനെയാണ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്, അത് നമ്മളെ മൊത്തത്തിൽ പിടികൂടും. ഉദാഹരണമായിട്ട് നമുക്കൊരു കാര്യം ആലോചിക്കാം. എല്ലാ പരസ്യ ചിത്രങ്ങളും ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ, കാരണം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എല്ലാ പരസ്യ ചിത്രങ്ങളും ഉണ്ടാക്കുന്നത്. നമുക്ക് കാണാം, പരസ്യ ചിത്രങ്ങളിലെ മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാകും. ശരിക്കും നമുക്കറിയാം, സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഓരോരോ കമ്പനികളുടെയും ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ നിർമ്മിക്കുന്നത്. അതിനനുസരിച്ചുള്ള സൗണ്ട് വൈബ്രേഷനും ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ അതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ ആകർഷിക്കപ്പെട്ടു പോകുന്നു. നമ്മുടെ ഇന്നത്തെ സിനിമകളിലും അതുപോലെ തന്നെ നമുക്ക് വയലൻസ്, ശരിക്കും ഭയാനകമായ ഒരുപാട് വയലൻസ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത, സഭ്യമല്ലാത്ത കാര്യങ്ങളുമൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. സാധാരണ നമ്മൾ ആരടുത്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെന്താ പറയുന്നത്? ഓ, അത് സിനിമയല്ലേ, ജീവിതമല്ലല്ലോ എന്ന് പറയും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചാൽ ഇത് നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പല നമ്മുടെ യുവതലമുറയെ ഒക്കെ സ്വാധീനിക്കേ. ഇതിവൃത്തം തന്നെ പല സിനിമകളും അവർ പിന്നെ എടുക്കുന്ന എന്തിനാണ്? അതുപോലെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസിങ് ഏജൻസിക്ക് വലിയ വലിയ തുകകൾ അവരെന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വലിയ കമ്പനികളൊക്കെ ചിലപ്പോൾ ഒരു അരമിനിറ്റ് പോലും ഇല്ലാത്ത പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടി പോലും ലക്ഷങ്ങൾ മുടക്കി അവർ പരസ്യങ്ങൾ നിർമ്മിക്കുന്നത്. അത് ശരിക്കും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അത് ശരിക്കും അവരെ ഉപഭോക്താക്കളെ ആകർഷിച്ചില്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ചിലവാകുകയില്ല. പക്ഷേ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അയാളുടെ ബിസിനസ്സിലുള്ള ആ ലാഭം അയാൾ ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു ബിസിനസ് തന്ത്രം ഉപയോഗിച്ച് ആണ് അത് നേടുന്നത്. സത്യം എന്തെന്നാൽ നമ്മൾ എന്താണോ നിരീക്ഷിക്കുന്നത്, നമ്മൾ പോലും അറിയാതെ അതിനെ നമ്മൾ അനുകരിക്കും. അതിനായിട്ട് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകുന്നു. ശരിക്കും എല്ലാ പരസ്യങ്ങളും നമ്മെ സ്വാധീനിക്കാറുണ്ടോ? ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. എത്രയോ പരസ്യങ്ങൾ കാണുന്നു. നമ്മൾ ഫോൺ തുറന്നാൽ എല്ലാം പരസ്യങ്ങളാണ്. എല്ലാ പരസ്യങ്ങളും നമ്മളെ ആകർഷിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. ശരിക്കും വളരെ ആകർഷകമായി നമ്മുടെ മനസ്സിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന വണ്ണമുള്ള പരസ്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. ഈ സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ എൻട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ഈ സെറ്റപ്പ് എല്ലാം നമ്മുടെ മനസ്സിനെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ സ്വഭാവ രീതി അനുസരിച്ചും കൂടിയാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ തെറ്റിലേക്ക് പോകാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് ശരിക്കും നമ്മളെ
ഇതൊരു കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിര വഴിയരികിൽ നിൽക്കുന്ന കുറച്ച് പച്ച പുല്ല് കണ്ടപ്പോൾ അതിൻ്റെ നേരെ ഭക്ഷിക്കാൻ വേണ്ടി ഓടുന്ന അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു തിരിഞ്ഞത് പോകുമ്പോൾ നമുക്കതിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മൾ ആദ്യം തൊട്ടേ കുതിരയുടെ ഡയറക്ഷനെ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നമ്മൾ അതിനെ കുതിരയെ നേർവഴിക്ക് നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരികയില്ല. അതുപോലെ ഏത് കാര്യമായാലും നമ്മൾ ആദ്യം മുതലേ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. അവസാനമായാലോ ചിലപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും, കൺട്രോളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഒന്നും നമ്മുടെ ഇച്ഛയനുസരിച്ച് നടക്കുകയുമില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് വേണം ഇരിക്കാൻ. നമുക്ക് ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പം ചെറിയ മഞ്ഞിൻ്റെ ബാൾസ് കാണും. അത് താഴോട്ട് ഉരുണ്ടുരുണ്ട് പോകും തോറും അതിൻ്റെ വലിപ്പം കൂടി കൂടി വരും. ശരിക്ക് നമുക്കറിയാം, ഒരു ചെറിയ മഞ്ഞ് ബാളാണെങ്കിൽ നമ്മുടെ കാലുകൊണ്ട് അതിനെ നമുക്ക് തട്ടിക്കളിക്കാൻ പറ്റും. പക്ഷേ അത് അവസാനം ഫോം ചെയ്ത് വലിയ മഞ്ഞുമലയാണെങ്കിലോ അതിനെ നമ്മളെ തന്നെ അത് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സെൻസ് ഒബ്ജക്റ്റിനെ നമ്മൾ അതിനെ കണ്ടു, നമുക്കതിനെ ശരിക്കും അതിനോടൊരു ആകർഷണം ഉണ്ടായി എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ആ തോന്നൽ, ആ ഒരു ആകർഷണം തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കത് മുളയിലേ നുള്ളിക്കളയാൻ സാധിക്കും. അത് അവിടെ അവസാനിക്കും. അതേസമയം നമ്മൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിലിട്ട് താലോലിച്ച് അതിനെ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അത് നമ്മെ മൊത്തത്തിലങ്ങ് ട്രാപ്പിലാക്കും. പിന്നെ അതിൻ്റെ പൂർത്തീകരണത്തിനായി നമ്മൾ പല വഴികൾ തേടും. ഇവിടെ ഭഗവാൻ പറയുന്നത് അത് നമ്മുടെ സെൻസ് ഒബ്ജക്റ്റിൽ അമിതമായിട്ട് ആസക്തി ഉണ്ടാക്കരുതെന്നാണ്. ദായതോ വിഷയാൻ പുംസ എന്ന് ഭഗവാൻ പറയുന്നത്. അതാണ് നമ്മുടെ സെൻസ് ഒബ്ജക്റ്റിനോടുള്ള നമ്മുടെ ആസക്തിയെ പറ്റിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ ഭഗവാനെ സായതോ കാണരുതെന്നോ ദിഷ്ടോ അതായത് ഒബ്സർവ് ചെയ്യരുതെന്നോ അല്ല ഭഗവാൻ പറയുന്നത്. കാരണം നമുക്ക് ഈ ലോകത്തിലെ സെൻസ് ഒബ്ജക്റ്റിനെ കാണാതെ ബ്ലൈൻഡായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിലെ ഇന്ദ്രിയാസ്വാദന വസ്തുക്കളെ പാടെ നമുക്ക് ഉപേക്ഷിക്കാനും കഴിയുകയില്ല. നമ്മൾ അത് കാണുന്നതിലല്ല പ്രശ്നം, നമ്മൾ അതിൻ്റെ ആകർഷണ വലയത്തിൽ അകപ്പെടുന്നതാണ്. നമ്മൾ ഒരു വസ്തുവിനെ കണ്ടാൽ നമ്മളുടെ ചിന്തകളെല്ലാം അതിനെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കും. എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കണമെന്ന് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും. നമുക്കൊരു വസ്തുവിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നത് അത് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുമ്പോഴാണ് നമുക്കൊരു വസ്തുവിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ ഇഷ്ടം എന്നെങ്കിലും പണ്ടേ എന്നോ ഉറങ്ങിക്കിടന്ന ഒരിഷ്ടമാവും അത് ഉണ്ടാകുന്നത്. ശരിക്കും നമ്മൾ ഇതിലെ പ്രവൃത്തിയിലെ മെക്കാനിസം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റൻസായിട്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഇംപ്രഷൻസ് ഉണ്ടാക്കും. അത് നമ്മുടെ ബ്രെയിനിലെ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. ശരിക്കും നമുക്കറിയാം, നമ്മളൊരു കമ്പ്യൂട്ടർ തുറക്കുകയാണെങ്കിൽ അതിൽ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പലതും പ്രത്യക്ഷപ്പെടും. അതുപോലെ ഇങ്ങനെ ഒരു സെൻസ് ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് പെട്ടെന്നൊരു അഭിനിവേശം തോന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇന്ദ്രിയാസ്വാദനത്തോടുള്ള ആകർഷണം വേണ്ടെന്ന് വെക്കണം. ശരിക്കും അതിനർത്ഥം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ സപ്രസ് ചെയ്യണമെന്നല്ല. നമ്മൾ ശരിക്കും പല സ്ഥലങ്ങളിലും ഇപ്പോഴെടുത്തൊന്നും ഇവിടെ കണ്ടിട്ടില്ല, പല സ്ഥലങ്ങളിലും കാണാം 3 കുരങ്ങന്മാരുടെ സ്റ്റാച്ചു കണ്ടിട്ടുണ്ടല്ലോ. കണ്ണുകൾ പൊത്തി, ചെവി പൊത്തി, വായ് പൊത്തിയൊക്കെ ഇരിക്കുന്നത്. ഡോണ്ട് സീ, ഡോണ്ട് ഹിയർ, ഡോണ്ട് സ്പീക്ക് എന്നൊക്കെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ നിർബന്ധപൂർവം ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അങ്ങനെ സപ്രസ് ചെയ്താൽ ശരിക്കും അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ സപ്രസ് ചെയ്യുന്ന ബേസ്റ്റ് ഔട്ട് ചെയ്യും നമ്മുടെ ആഗ്രഹങ്ങൾ. നമ്മൾ അതിൻ്റെ ഇത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ വാനരന്മാരുടെ ചപലമായ സ്വഭാവം തന്നെ വീണ്ടും നമ്മൾ കാണിക്കുകയും ചെയ്യും. ശരിക്കും ഇന്ദ്രിയങ്ങളെ ജയിച്ച ഒരു വാനരനേ ഉള്ളൂ. അതാരാണെന്ന് നമുക്കറിയാമല്ലോ. സദാ രാമനാമം ജപിച്ചിരുന്ന നമ്മുടെ ഹനുമാൻജിയാണ് അദ്ദേഹം. നമ്മൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങളെ സപ്രസ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. നമ്മുടെ ചിന്തകളെ നമ്മൾ കുറച്ചും കൂടെ ഹയറായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി തിരിച്ചുവിടണം. അത് നമ്മൾ ഭഗവാന്റെ മനോഹരമായ രൂപം, ഭഗവാന്റെ ശ്യാമസുന്ദരമായ രൂപം നമ്മൾ ഓർക്കണം. ഭഗവത് സേവനം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഓർക്കണം. ഹരേ കൃഷ്ണ ആ മഹാമന്ത്രം നമ്മൾ എങ്ങനെ എത്രയും പ്യുവറായിട്ട് ചാൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാം. എങ്ങനെ നമുക്ക് ഈ ഭഗവാന്റെ മെസ്സേജ് എല്ലായിടത്തും എത്തിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. ഇതിലോട്ടൊക്കെ നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാൻ സാധിക്കും.
നമ്മുടെ സ്വന്തം ഗ്ലോറീസിന് വേണ്ടി ശ്രമിക്കാതെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് തന്നെ ആയിരിക്കണം. എങ്ങനെ ഭഗവത് സേവനം ചെയ്ത് നല്ലൊരു ഡിവോട്ടി ആകാമെന്ന് വേണം നമ്മൾ ചിന്തിക്കുവാൻ. നമ്മൾ കൂടെ നമ്മുടെ മനസ്സിലൊരു പുനർചിന്തനം നടത്തണം. നമുക്ക് ആസക്തി തോന്നുന്ന ഒരു വസ്തു സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. ഇതിനെയെല്ലാം നമ്മൾ ഒരു മറുചോദ്യമായി നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കാം, ശരിക്കും എനിക്ക് ഇത് അനിവാര്യമാണോ? ആ ഒരു വസ്തു, നമുക്ക് അഭിനിവേശം തോന്നുന്ന ആ ഒരു വസ്തു നമുക്ക് അനിവാര്യമാണോ? അത് കിട്ടിയാൽ കിട്ടുന്ന സന്തോഷം ശാശ്വതമാണോ എന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കാൻ പറ്റും. ശരിക്കും ഒരുപാട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് പുറകെ പോകുമ്പോൾ താൽക്കാലികമായി സന്തോഷം തോന്നുമായിരിക്കും. പിന്നീട് പക്ഷേ ഭാവിയിൽ അത് കുറ്റബോധവും ശൂന്യതയും വിരക്തിയും ഒക്കെയായി നമ്മൾ ആത്മീയതയിൽ നിന്ന് തന്നെ വിട്ടുപോകും. നമ്മുടെ ഉള്ളിലെ കൃഷ്ണപ്രേമത്തെ അത് പാടെ കവർന്നെടുക്കുകയും നമ്മൾ ഭൗതികതയിലോട്ട് പൂർണ്ണമായിട്ട് വീണു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും എപ്പോഴും ഹയർ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതിന് ഭാഗവതത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട്. നമുക്കറിയാം, മഹാരാജാവ് അംബരീഷന്റെ മഹാരാജന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം തൻ്റെ സകല ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ശരിക്കും എപ്പോഴും ഒരു ആത്മീയമായ കാഴ്ചപ്പാടുണ്ടാവണം. നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഭക്തി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയരാൻ സാധിക്കും. ഇതിനെല്ലാം നമുക്ക് ഒരു കാര്യം അത്യാവശ്യമാണ്. എന്താണത്? നമുക്ക് പുരുഷോത്തമന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. ഈ ശ്ലോകത്തിന്റെ പർപ്പോട്ടിലെ ലീലപ്രഭു ലോർഡ് ശിവയെ പറ്റിയും ലോർഡ് ബ്രഹ്മാജിയുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിദാസ് ഠാക്കൂറിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ലോർഡ് ശിവയുടെ കാര്യമാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ വൈഷ്ണവാനാം യഥാശംഭു എന്നാണ് പറയുന്നത്. എപ്പോഴും എല്ലായ്പ്പോഴും ഹരിയുടെ രൂപത്തിലും നാമത്തിലും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ശിവഭഗവാൻ. ആ ശിവഭഗവാനെ പോലും പാർവതീദേവിയുടെ പ്രലോഭനങ്ങളിൽ വീണുപോയി എന്നാണ് ഇവിടെ പർപ്പോട്ടിൽ ശ്രീലപ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ശരിക്കും ഇവര് ശിവഭഗവാനും ബ്രഹ്മാവും ഒക്കെ വളരെ വളരെ എക്സാൾട്ടഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ട വ്യക്തികൾ തന്നെയാണ്. ശ്രീലപ്രഭുപാദർ ഇവിടെ ഈ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത് രണ്ട് വ്യക്തികളെ ഉദ്ദേശിച്ചല്ല. അവരെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആ ഭക്തിയുടെ, ആ ഇൻറ്റൻസ് ഭക്തിയുടെ ആ ഒരു അളവ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പ്രഭുപാദർ ഇവിടെ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. ശരിക്ക് മെറ്റീരിയൽ പൊസിഷനോ പവറോ ഒന്നും കൊണ്ട് നമുക്ക് ആ സെൻസ് എൻജോയ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതിന് ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അത് കിട്ടണമെങ്കിൽ ഭഗവാനിൽ നമ്മൾ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് പ്യുവർ ഡിവോഷണൽ സർവീസ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പ്രഭുപാദരുടെ യമുനാചാര്യരുടെ കാര്യവും പർപ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. യമുനാചാര്യർ തൻ്റെ മനസ്സ് പൂർണ്ണമായി ഭഗവത് ഭക്തിയിൽ വന്നപ്പോൾ സ്ത്രീ സംഘത്തെപ്പറ്റി തന്നെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് വിരക്തിയും വല്ലാതെ അവജ്ഞയും തോന്നുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശരിക്കും നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ അവബോധം എപ്പോഴും കൃഷ്ണ കോൺഷ്യസിലാണെങ്കിൽ നമുക്ക് ഈ കാമത്തിൻ്റെ ഇരയാകാതിരിക്കാൻ സാധിക്കും. താമരയിലയിലെ വെള്ളത്തുള്ളികൾ പോലെ നമ്മൾ ഒന്നിലും ആസക്തരാകാതെ ജീവിക്കണം. ഭഗവാന്റെ മേഴ്സി കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ സെൻസിനെ കൺട്രോൾ ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട്, ആരാണോ അവരുടെ സെൻസസിനെ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ അവരുടെ മനസ്സ് ഭഗവാനിലേക്ക് ഡയറക്റ്റ് ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് അജിറ്റേറ്റഡ് ആകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രാമാനുചാര്യർ പറയുന്നത്, ഒരാൾ സ്വന്തം പ്രയത്നത്താൽ സെൻസസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ മനസ്സ് ഭഗവാനിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമെന്നാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ശ്ലോകത്തിൽ 62, 63 പറയുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമുക്കറിയാം, എത്ര മഹായോഗികളാണെങ്കിലും ലെസ്റ്റിൻ്റെ പിടിയിൽ വീണു പോകാൻ നിമിഷ നേരം മതി. നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ 9ാം ചാപ്റ്ററിലെ സൗഭാരി ഋഷിയുടെ കാര്യം നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടാവും.
അദ്ദേഹം യമുനാ നദിയിലെ നൂറുകണക്കിന് വർഷങ്ങളിൽ യമുനാ നദിയിലെ വെള്ളത്തിനടിയിലിരുന്ന് തപസ് ചെയ്ത ഒരു മഹർഷിയാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് 2 മത്സ്യങ്ങൾ തമ്മിൽ ഇണചേരുന്നത് കാണാനിടയായി. ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വളരെയധികം അലോസരപ്പെടുത്തി. അങ്ങനെ ഒരു ജീവിതം അദ്ദേഹവും ആഗ്രഹിക്കുന്നു. ആ യോഗി അവിടുത്തെ രാജാവായ മന്ദത എന്ന് പറയുന്ന അവിടുത്തെ രാജാവിൻ്റെ പേര് അങ്ങനെ ആയിരുന്നു, മന്ദത എന്നായിരുന്നു. ആ രാജാവിൻ്റെ അടുക്കൽ പോയിട്ട് ആ രാജാവിന് 50 രാജകുമാരി 50 പുത്രിമാരുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്, രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാജാവിനറിയാം ഒരു സന്യാസിയാണ് വന്നിരിക്കുന്നത്, ഒരു ഋഷിയെ പിണക്കിയാൽ ശാപം കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് രാജാവ് നൈസിലങ്ങ് പറഞ്ഞു, പുത്രിമാര് അവരുടെ ഭർത്താക്കന്മാരെ അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരുടെ കൊട്ടാരത്തിലോട്ട് പോകാനായിട്ട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ സൗഭാര്യമുനിക്ക് മനസ്സിലായി രാജാവ് തന്നെ റിജക്റ്റ് ചെയ്തതാണെന്ന് അദ്ദേഹം ഈ രാജകുമാരിമാരുടെ കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം സ്വന്തം രൂപം മാറിയിട്ട് യുവാവും സുന്ദരനും ഒക്കെ ആയിട്ട് മാറി. കൊട്ടാരത്തിലെത്തിയപ്പോൾ ഈ 50 രാജകുമാരിമാരും അവരവരുടെ ഭർത്താക്കന്മാരായി ഈ ഋഷിയെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈ 50 പേരെ വിവാഹം കഴിക്കുന്നു. ആ ഓരോ രാജകുമാരിയിലും അദ്ദേഹത്തിന് 100 പുത്രന്മാർ വീതം ഉണ്ടാകുന്നു. അങ്ങനെ ഒറ്റയായിട്ടിരുന്ന സൗരഭമുനിയുടെ ഫാമിലിയിലെ 5081 ആളുകൾ ആയിത്തീരുന്നു. ശരിക്കും അങ്ങനെ കുറേ വർഷങ്ങൾ അദ്ദേഹം ജീവിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ തെറ്റെന്താണ്, താൻ എങ്ങനെയാണ് ആത്മീയതയിൽ നിന്ന് ഇതിലോട്ട് വീണു പോയത്, ഭൗതികതയിലേക്ക് വീണു പോയതെന്നൊക്കെ അദ്ദേഹം ചിന്തിച്ച് വളരെയധികം വിഷമിക്കുന്നു. പിന്നെ അദ്ദേഹം എല്ലാത്തിനോടും ഡിറ്റാച്ച്ഡ് ആയിട്ട് വാനപ്രസ്ഥമൊക്കെ സ്വീകരിച്ച് വനത്തിലോട്ട് പോകുന്നു. ശരിക്കും അവിടെ പോയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആസ്റ്റിവിറ്റീസ് ഒക്കെ ചെയ്ത് കുറേ വർഷങ്ങൾ അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് സ്പിരിച്വൽ വേൾഡിൽ എത്തിച്ചേരാനിടയായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാതയെ പിന്തുടർന്നതുകൊണ്ട് ഈ 50 രാജകുമാരിമാർക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ 50 പേർക്കും സ്പിരിച്വൽ വേൾഡിൽ എത്തിച്ചേരാൻ സാധിച്ചു. പിന്നെ ഈ കഥയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ സൗഭാര്യ ഋഷിക്ക് ശരിക്കും ഒരു ലിസ്റ്റ് കൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു ചിന്ത. കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട്, അനേകായിരം വർഷങ്ങളായിട്ട് ജലത്തിനടിയിൽ തന്നെ ഇരുന്നിട്ടാണ് തപസ് ചെയ്യുന്നത്. അന്നേരം അദ്ദേഹത്തിന് ഈ പല കാര്യങ്ങളും കണ്ടു കാണുമല്ലോ, മീനുകളുടെ മീറ്റിംഗ്, അങ്ങനെ പല കാര്യവും അദ്ദേഹം കണ്ടു കാണും. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടേ ഇല്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താൻ ഒരു റീസണും കൂടെയുണ്ട്. അതായത് അദ്ദേഹം വൈഷ്ണവ അപരാധവും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് ഈ ലിസ്റ്റ് വരാൻ കാരണം അതാണ്. അദ്ദേഹം ഗരുഡനെ ഒഫൻഡ് ചെയ്തു. ഗരുഡൻ യമുനാ നദിയിൽ വന്ന് മീനുകളൊക്കെ കുത്തിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ പിന്നെ ഭഗവാന്റെ വാഹനമായിട്ട് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറയുകയും അത് ശപിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ പരമഭക്തനായ ഗരുഡന് ഇതൊന്നും ഏശിയതേയില്ല. അദ്ദേഹം പക്ഷേ ഒരു കാര്യം ചെയ്തു, യമുനാ നദിയിൽ പിന്നീട് അദ്ദേഹം പോകാറില്ലായിരുന്നു. അത് ശരിക്കും ഇതാണ് ഒരു എക്സാൾട്ടഡ് ഡിവോട്ടീസിൻ്റെ ലക്ഷണം. ഇനിയും ശരിക്കും നമുക്ക് ഈ കഥ ഇവിടെ തീരുന്നു. അത് ഇനി നമുക്ക് ഹരിദാസ് ഠാക്കൂറിൻ്റെ കാര്യം എടുത്താലോ. അദ്ദേഹത്തിൻ്റെ മുമ്പിലെ മായ പേഴ്സോണിഫൈഡ് ആയതുപോലെയാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എത്തുന്നത്. അവിടെ അവരുടെ ഇംഗിതം യുവാവായ ഹരിദാസ് ഠാക്കൂറിനോട് അവർ പറയുന്നു. അദ്ദേഹം പക്ഷേ അക്ഷോഭ്യനായിരുന്നു. തന്നെ എനിക്ക് ദിവസവും 3 ലക്ഷം മഹാമന്ത്രം ജപിക്കണം, അത് കഴിഞ്ഞിട്ട് നിന്നെ സംതൃപ്തിയാക്കാമെന്ന് സമാധാനത്തോടു കൂടി അദ്ദേഹം അവരോട് പറയുന്നു. അങ്ങനെ നേരം വെളുക്കുന്നിടം വരെയും ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജപം തീർന്നില്ല. അങ്ങനെ അവർ രാവിലെ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസവും അതേപോലെ വരുന്നു. അങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ട് വന്നിട്ടും അദ്ദേഹത്തിന് വേറൊന്നിനും സമയമില്ല. ഹരിദാസ് ഠാക്കൂർ തൻ്റെ ജപവും, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ നാമം ജപിക്കുന്നത് മാത്രമേ ഉള്ളൂ അദ്ദേഹം ശ്രദ്ധിച്ചുള്ളൂ. അപ്പോഴേ ആ സ്ത്രീക്ക് 3 ദിവസം തുടർച്ചയായിട്ട് ഹരിനാമം കേട്ടത് കൊണ്ട് ആ സ്ത്രീയുടെ മനസ്സ് ശരിക്കും അവൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നു. അവൾ മനസ്സിലാക്കുന്നു ഹരിദാസ് ഠാക്കൂർ എത്രയോ ശ്രേഷ്ഠനാണെന്നും ഈ മഹാമന്ത്രത്തിൻ്റെ ശക്തി അദ്ദേഹം വളരെ വളരെ പരിശുദ്ധനാണെന്നുമൊക്കെ ആ സ്ത്രീ മനസ്സിലാക്കുന്നു.
അങ്ങനെ അവർ ക്ഷമാപണം നടത്തിയിട്ട് അവരെ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിളായിട്ട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും മന്ത്രദീക്ഷ വേണമെന്ന് ആവശ്യപ്പെടുകയും അത് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിശ്വാമിത്ര മഹർഷിയുടെ കാര്യം എടുത്താലോ. അദ്ദേഹം എത്രയോ വലിയൊരു മഹർഷിയായിരുന്നു. എന്നിട്ട് മേനക വന്നപ്പോൾ അദ്ദേഹം ഭൗതികയിലേക്ക് വീണു പോകുന്നു, ശരിക്കും ഗൃഹസ്ഥനാകുകയും ചെയ്യുന്നു. കഴിഞ്ഞ യുഗത്തിലെ വിശ്വാമിത്ര മഹർഷിക്ക് തൻ്റെ ഓസ്റ്റെറിറ്റീസും തപസ്സും ഒന്നും നിലനിർത്താൻ പറ്റിയില്ല. അതേസമയം ഈ യുഗത്തിലെ ഹരിദാസ് ടാഗോർ ആണെങ്കിലോ ആ മഹാമന്ത്രത്തിന്റെ ശക്തി എത്രത്തോളമാണെന്ന് നമുക്ക് മാത്രമല്ല, മായയിൽ അകപ്പെട്ടു പോയ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഒരു സന്യാസിയിലേക്ക് ഉയർത്താനും കഴിയുന്നു. അതാണ് ശരിക്കും കൃഷ്ണ കോൺഷ്യസിന്റെ ബ്യൂട്ടി. കൃഷ്ണ കോൺഷ്യസ് നമ്മുടെ ഉള്ളിലെ എല്ലാ കാമങ്ങളെ ലിസ്റ്റിനെയൊക്കെ ബേൺ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. നമുക്കും പരിശുദ്ധമായ കൃഷ്ണപ്രേമം വേണം. അത് നമ്മൾ ഈ ഹരിനാമം തുടർച്ചയായിട്ട് ജപിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് പ്യൂരിഫൈ ആയിട്ട് നമുക്കും കൃഷ്ണപ്രേമം കിട്ടും. എന്താണ് ശരിക്കും പ്യുവർ കൃഷ്ണ എന്ന് വെച്ചാൽ, പരിശുദ്ധമായ കൃഷ്ണപ്രേമം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് സംഭവിച്ചാലും, നമ്മൾ ഏത് അവസ്ഥയിലായാലും, നമ്മൾ എങ്ങനെയായാലും, നമ്മുടെ ലൈഫ് റിസ്ക് ആയാൽ പോലും നമുക്ക് ഭഗവാന്റെ സന്തോഷം, അതിനു വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ കഴിയുകയാണെങ്കിൽ അതാണ് നമ്മൾ ശരിക്കും പരിശുദ്ധമായ കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട്, ശരിക്കും ഇൻറ്റൻസിൽ ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പരിശുദ്ധമായ നാമം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം പോയിട്ട് നമുക്കവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ കഴിയും. ആ പ്രാർത്ഥന എങ്ങനെ വേണം? നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ 1:2-6 പറയുന്നിരിക്കുന്നത് പോലെ അണ്ണിൻ്റെ ശരിക്കും അഹൈ തൂകി അപ്രതീഹത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ശരിക്കും എന്ന് വെച്ചാൽ ഒരിക്കലും തടസ്സപ്പെടാതെയും ഒരു അൺമോട്ടിവേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മോട്ടിവേഷൻ ഇല്ലാതെ, എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യമില്ലാതെ പരിശുദ്ധമായിരിക്കണം. അതിൽ ലക്ഷ്യങ്ങളൊന്നും പാടില്ല. അതുപോലെ അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം. ഒരിക്കലും ഇത് തടസ്സപ്പെടാതെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഭക്തിയിലായാൽ അതിൽ നമുക്ക് ഭഗവാനെ തന്നെ ഭഗവത് സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് സാധിക്കുമെന്നാണ് നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഒരു ശ്ലോകം, അത് വളരെ ആപ്റ്റായ ഒരു ശ്ലോകമാണ്. ശ്രീല രൂപ ഗോസ്വാമിയുടെ ശ്രീ പദ്യാവലിയിലുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ആ ശ്ലോകം ഒന്ന് നോക്കാം. കാഷായന്ന ച ഭോജനാദി നിയമാന്നോ വാ വനേ വസതു ഭാഷാനാഥ് അതാ മുനി വൃതാഭാരക് ചിത്തോപാവാ ഭാവക്ഷീയതേ കിന്തു സ്പിതാ കാളിന്ദ ശൈല തനയാത്രിരേഷു വിഹിതോ ഗോവിന്ദസ്യ പാദാരവിന്ദ ഭജനാരംഭസ്യ ലേശത് അപി കശ്യചിത് എന്നാണ് ആ ശ്ലോകം പറയുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ആ ശ്ലോകത്തിലെ വരികളുടെ ഓരോ വരികളുടേതായിട്ടുള്ള അർത്ഥം പറയും. അതായത് ആദ്യം പറയുന്നത്, നമുക്ക് ഈ ലിസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണെങ്കിൽ, നോട്ട് ബൈ വെയറിങ് സാഫ്രോൺ ക്ലോത്ത് ഓഫ് എ സന്യാസി. ഒരു സന്യാസിയുടെ വേഷം ധരിച്ചത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന്, ഒരു സന്യാസി ആയതുകൊണ്ട് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല. നോട്ട് ബൈ റെസ്ട്രിക്ഷൻ ഓൺ ഡയറ്റ് ആൻഡ് ആക്ടിവിറ്റീസ്. നമ്മൾ നിരാഹാരം ഇരുന്നിട്ടോ നമ്മുടെ ആഹാരത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെയോ നിയന്ത്രിച്ചാലും നമുക്ക് നമ്മുടെ ലിസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ പറയുന്നതോ, നോർ ബൈ സോളിറ്ററി റെസിഡൻസ് ഇൻ എ ഫോറസ്റ്റ്. നമ്മൾ ഫോറസ്റ്റിൽ, ഒരു വനത്തിൽ പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് ജീവിച്ചാലോ എന്നാലും സാധിക്കുകയില്ല. നോർ ബൈ ഡിസ്കസിങ് ഫിലോസഫി. നമ്മൾ എല്ലാ ഫിലോസഫിയൊക്കെ പറയുമല്ലോ, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫിലോസഫി പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇത് സാധിക്കുമോ? എന്നാലും സാധിക്കുകയില്ല. നോർ ബൈ ഒബ്സർവിങ് എ വോ ഓഫ് സൈലൻസ്. മൗനവ്രതം എടുത്താലും അത് നടക്കുകയില്ല. അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ, ക്യാൻ ദ വെഗറീസ് ദ മൈൻഡ് ബി ഓവർകം. അത് എങ്ങനെ അത് നമുക്ക് നമ്മുടെ മൈൻഡിനെ അതിൽ നിന്ന് ഓവർകം, അതായത് നമുക്ക് ആ മനസ്സിനെ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. സെറിനിറ്റി ഓഫ് മൈൻഡ് ക്യാൻ ഓൺലി ബി അറ്റൈൻഡ്. നമ്മുടെ മനസ്സിനെ ആ ലിസ്റ്റും ആ മോഹത്തിൽ നിന്ന്, ആ മോഹവലയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അറ്റൈൻഡ് ബൈ undertaking even in the slightest measure the worship of
ലോട്ടസ് ഫീറ്റ് ഓഫ് ലോർഡ് ഗോവിന്ദ. ഗോവിന്ദന്റെ ലോട്ടസ് ഫീറ്റിനെ അല്പമെങ്കിലും നമ്മൾ വർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ആ ഗോവിന്ദനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഹൂ ഡിലൈറ്റ്സ് ഹിംസെൽഫ് ഓൺ ദ ബാങ്ക്സ് ഓഫ് യമുന. അദ്ദേഹം യമുനയുടെ തീരത്ത് സ്വയം വളരെയധികം സന്തോഷിച്ച് നിൽക്കുന്ന ആ ഗോവിന്ദന്റെ കാൽപാദങ്ങളെ നമ്മൾ വർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ കാമദേവ ഈ സ്റ്റോപ്ഡ് എന്നാണ് ഈ പദ്യത്തിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമുക്ക് ലിസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഭഗവാന്റെ പാദാരബിന്ദങ്ങളെ എപ്പോഴും ശരിക്കും എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ അതുണ്ടാവുകയും നമ്മൾ അതിനനുസരിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ മനസ്സിലെ കാമം, മോഹം, ദേഷ്യം തുടങ്ങിയ എല്ലാ വികാരങ്ങളും ശമിപ്പിക്കാൻ നമുക്ക് നമ്മുടെ എല്ലാ സെൻസസിനെയും ശമിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ എല്ലാ സെൻസസിനെയും നമ്മൾ ഹയർ ടേസ്റ്റിലോട്ട് ഡൈവേർട്ട് ചെയ്യുകയും വേണം. ഭഗവാന്റെ അഹൈതൂകമായ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ പരിശുദ്ധമായ ഭക്തിയുത സേവനം ചെയ്ത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭഗവാന്റെ പാദങ്ങളെ നമ്മളെപ്പോഴും സേവിച്ചു കൊണ്ടിരുന്നാൽ നമുക്കിതിന് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളും ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്കും ശുദ്ധഭക്തി കിട്ടണേ എന്ന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി ഇല്ല, അപ്പൊ മാതാജിയുടെ പകരം ഞാൻ. ആർക്കും ഒന്നും പറയാനില്ലെന്നുണ്ടെങ്കിൽ മാതാജി, ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാമോ? ഓ, ക്ലോസ് ചെയ്യാം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്.